ഈ ടേബിളിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ? ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ ടേബിൾ മേക്ക് ഓവർ, ക്ലീനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് എൻ്റെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ കാണാം. ഈ ടേബിൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ 0 കോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പിൻട്രസ്റ്റിൽ കാണുന്ന, പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ ഒരു ഓർഗനൈസിനെ വെച്ചിട്ട് ഞാൻ നോർമൽ കാർഡ്ബോർഡിൽ ചെയ്തതാണ് കേട്ടോ. പിക്ചറിൻ്റെ ആകൃതിയിലുള്ള കുറേ കാർഡ്ബോർഡ് പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ കുറേ കാർഡ്ബോർഡ് പീസ്. ഇതിൽ ഞാൻ ആദ്യം കുറേ എണ്ണം ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെട്ടിയെടുത്തു. പിന്നെ ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഫുൾ കൺഫ്യൂഷനായല്ലേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ 2 ടിഷ്യൂ പേപ്പർ റോള് കാണിച്ചിട്ടുണ്ട് എക്സ്ട്രാ. അത് ഞാനത് ഒഴിവാക്കിയ കാര്യമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ തുടർന്ന് വീഡിയോസിലും ഇത് ഞാനിങ്ങനെ കാണിക്കും, പക്ഷേ അത് ഇതിനകത്ത് വേണ്ട. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആ ഒരു സ്റ്റഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈർക്കിൽ കഷ്ണമില്ലേ, അതാണ് ഈ 2 കാർഡ്ബോർഡിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അതിനെ ഇതുപോലെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്താണ് ഇതുപോലെ ഓരോ പീസും ഞാൻ ഉണ്ടാക്കി. നമ്മുടെ ഇന്നത്തെ താരം ഈ ഗ്ലൂ ഗണ്ണല്ല, ഈ B7000 എന്ന് പറയുന്ന ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ. ഈ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഈ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. നല്ല ഗ്ലൂ ആണ്. നമ്മൾ ഗ്ലൂ ഗണ്ണിന് പകരം ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. നല്ലപോലെ ഫേമായിട്ട് ഒട്ടി നിൽക്കും. ഈ കാർഡ്ബോർഡ് പീസൊക്കെ ഒട്ടുന്നുണ്ട്. എനിക്ക് മറ്റൊരു കാര്യം ഒന്ന് അറിയാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്ലൂ ഗൺ ഇല്ലാന്ന് വെച്ചിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് മതി. എനിക്കൊരു 100-നകത്ത് എന്തോ ആവത്തേ ഉള്ളൂ എൻ്റെ പ്രൈസ്. ഈ വീഡിയോസിലെ ഈ ഒരു ടിഷ്യൂ പേപ്പർ റോളിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ആദ്യം ഞാൻ ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയെങ്കിലും പിന്നെ എടുത്ത് മാറ്റിയിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നൊന്നുമില്ല. ഞാൻ വേറൊരു ഓർഗനൈസർ ആക്കിയിട്ട് ഞാൻ ഈ ഒരു സംഭവത്തിന് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിനൊക്കെ കാല് ഇങ്ങനെ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. നമുക്ക് ആദ്യമൊക്കെ എല്ലാത്തിനും ഒരു അങ്കലാപ്പാണല്ലോ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് സെറ്റാവത്തില്ല. ഇത് കാർഡ്ബോർഡ് ഇരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് അടിപൊളി ഒരു ഓർഗനൈസറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. പിൻട്രസ്റ്റിലൊക്കെ കാണുമ്പം എല്ലാവർക്കും അടിപൊളി വാവോ എന്നൊക്കെ തോന്നുന്നൊരു ഓർഗനൈസർ ഉണ്ടല്ലോ, അതായിട്ട് വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒട്ടിക്കുന്നതൊന്നും ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ കുപ്പിയും പാട്ടയൊക്കെ സൈഡ് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഗനൈസർ എങ്ങനെയുണ്ട്? ബട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറം എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം വെക്കണം, എങ്കിലേ ഫേമായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അടിയിലത്തെ ആ ഒരു വൈറ്റ് പേപ്പറില്ലേ, അതിന് പകരം നമ്മളൊരു കട്ടിയുള്ള ഈ മേലെ വെച്ച് പോലത്തെ പീസ് വെച്ച് കഴിഞ്ഞാലും അത് ഫേമായിട്ട് നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ഓരോ ഓർഗനൈസേഴ്സ് ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇതുണ്ടാക്കുന്നത് ഇത് 2-3 തരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിപ്പോൾ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസിനെ ഒരു ബ്ലാക്ക് കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. ഇതുപോലെ കുറേ പീസസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഓരോ പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ബ്ലാക്ക് പേപ്പർ കവർ ചെയ്തെടുത്തത്. അല്ല എങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇത് ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു പെൻസിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാമെന്നാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ കളേഴ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു ഒരു പെട്ടിയായിട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത നമ്മളൊരു ഓർഗനൈസറാണ് ഇത്. ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓർഗനൈസറാണ്. ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ്, അതിൻ്റെ മൂടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. മൂടി എടുത്തിട്ടുണ്ട്. മൂടി ഞാൻ ഇതുപോലെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലൊരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഒരു വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ. കളർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ലുക്ക് ഓൾറെഡി മൊത്തത്തിൽ മാറ്റുന്നുണ്ട് കേട്ടോ. കാര്യം എനിക്ക് ഫുള്ള് വൈറ്റായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഇതിനെ ഒന്ന് അടിമുടി വ്യത്യാസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ തംബ്നെയിലിൽ കാണുന്ന പിക്ചറും ഇതും വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ. ഒരു കോഴി തകർത്ത് കിടന്നിട്ട് കൂവുന്നുണ്ട്, നീ അങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കണ്ടടി എന്ന് പറഞ്ഞിട്ട്. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോറി ഗൈസ്, നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞ ആ ടിഷ്യൂ പേപ്പർ റോളാണ് കേട്ടോ ഇത്. അതിനെന്താ ഇങ്ങനെ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അത് സിമ്പിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്യുക. 2നെയും കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡ് പീസിനെയും നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. 2നെയും നമ്മൾ നേരത്തെ പറഞ്ഞ B7000 എന്ന് പറയുന്ന ആ ഗ്ലൂ ഗണ്ണ് വേണ്ട, ആ സെയിം ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം കുറച്ച് ക്യൂട്ടായിട്ടിരിക്കാൻ വേണ്ടി കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഒരു കപ്പിൾ തീമാണ് ചെയ്തേക്കുന്നത്. അതായത്
എന്തുവാ ഇതിന് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ 2 ഫേസ് ഞാനിവിടെ ഒപ്പിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് നല്ല നീളം ചെവിയും ഒരെണ്ണത്തിന് റൗണ്ട് ചെവിയും. ഈ റൗണ്ട് ചെവി ഉള്ളതാണ് നമ്മൾ പെൺകുട്ടി. ഓക്കെ, അപ്പോൾ എന്തുവാണെന്ന് നിങ്ങളൊന്നും ചോദിക്കരുത്, എന്തോ ഒരു സംഭവം. ഓക്കെ, അങ്ങനെ ഞാൻ ഇതുപോലെ ഒരു പെൻസിൽ വെച്ചൊക്കെ വരച്ചെടുത്ത് അതിനൊരു കറുത്ത മാർക്ക് വെച്ചൊക്കെ വരച്ച് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് സാധനം. അവസാനം നമ്മളെ വീഡിയോയിൽ ഇതിനൊരു യെല്ലോ കളറൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പെൻ ഹോൾഡർ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ അടുത്തായിട്ടാണ് നമ്മളൊരു ബുക്ക് ഹോൾഡർ. ഈ ബുക്ക് ഹോൾഡറിൻ്റെ വീഡിയോ ഓൾറെഡി മുന്നേ എപ്പോഴോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തീമല്ല, വേറൊരു ഷേപ്പിൽ. അപ്പം ഇത് ഒരു പുതിയൊരു മോഡലെന്ന് പറയാൻ പറ്റത്തില്ല. ഓൾറെഡി ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ജസ്റ്റ് അതൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇതിനാവശ്യം നമുക്കൊരു കാർഡ്ബോർഡ് പെട്ടിയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സെർലാക്ക് നാന് പോലുള്ള സംഭവങ്ങൾ വാങ്ങുമ്പോൾ ഒരു കുഞ്ഞൊരു കാർഡ്ബോർഡ് ബോക്സ് കിട്ടത്തില്ലേ, അപ്പോൾ അതാണ് ഞാനിവിടെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ഇതുപോലൊരു പെൻസിൽ സ്കെയിലും വെച്ചിട്ട് കോണാകൃതിയിൽ വരച്ചു സെറ്റാക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് ആ ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തും കളയുന്നുണ്ട്. പരപ്പും കുറിപ്പും കട്ട് ചെയ്യലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണത്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ കട്ട് ചെയ്ത് കളയുന്നു, ബാക്കി നമ്മളൊരു ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നു കേട്ടോ. ഈ കവർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റും ചെയ്യാം. എനിക്കിവിടെ പേപ്പർ ലാവിഷായിട്ടിരിക്കുന്നതുകൊണ്ട് എളുപ്പപ്പണിയല്ലേ, ഒരിച്ച് ഫെവിക്കോൾ മാത്രം മതിയല്ലോ. അപ്പോൾ ഈ ഫെവിക്കോൾ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഷടപടയെന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഒട്ടും, കാര്യം പേപ്പറാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ആണ് നമ്മളെ ഈ സ്റ്റഡി ടേബിൾ മേക്ക് ഓവറിൽ ഈ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ ടേബിൾ മേക്ക് ഓവറിനായിട്ട് ഉണ്ടാക്കിയ ഫസ്റ്റത്തെ ഓർഗനൈസർ ഇതാണ് കേട്ടോ. അതാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുത്തിരുന്നത്. പക്ഷേ ഓർഗനൈസേഷൻ കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റല്ല ഇടയ്ക്ക് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെയാണ് എല്ലാ ബോക്സും ഞാൻ കവർ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എല്ലാ പെട്ടി നമ്മൾ എളുപ്പം കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു നമ്മൾ പെൻ ഹോൾഡർ പ്ലസ് ഒരു കലണ്ടറാണ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തേക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേ എപ്പോഴോ ഞാൻ കവർ ചെയ്തെടുത്ത ഒരു ബോക്സാണ് കേട്ടോ ഇത്. ബ്ലാക്ക് കവർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തത്. അപ്പോൾ അതാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ കട്ടറും ഒരു സ്കെയിലും ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. കട്ട് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് അകത്തൊരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് നമുക്കൊരു ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാവേ. ഇടയ്ക്ക് വെച്ചൊരു ജലദോഷം പിടിച്ചുകൊണ്ട് തന്നെ സൗണ്ട് ആകെ പോയിരിക്കുകയാണ്. സംസാരിക്കുമ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഒരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൗണ്ടിനുള്ളത് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ സെൻറ്ററൊക്കെ കവർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കലണ്ടറിൻ്റെ പീസുകളുണ്ടല്ലോ, കലണ്ടറിൻ്റെ പീസ് മീൻസ് നമ്മൾ ഇതിനകത്ത് 1 മുതൽ 31 വരെയുള്ള പീസുകളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് വെക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു പാർട്ടീഷൻ വേണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു കാർഡ്ബോർഡാണ് നമ്മളിവിടെ സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ അത് സെറ്റായി. ഇനി അടുത്ത് നമുക്കൊരു വൈറ്റ് പേപ്പർ എടുക്കുക. 1 മുതൽ 31 വരെ എഴുതുക. മാർക്കർ വെച്ചാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അത് ഇതുപോലെ ഒരു ആകൃതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ മുകളിലൊരു ഹോളിട്ട് ഒരു ടോങ് വെച്ചിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ നേരത്തെ വെച്ച പെൻ ഹോൾഡറിൻ്റെ ആ പാർട്ടീഷൻ്റെ അവിടത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഓർഗനൈസറും നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഓർഗനൈസറാണ് കേട്ടോ ഇത്. ഒരു പഴയൊരു കപ്പും ഒരു ഇച്ചിരി ക്ലേയും മതി ഈ ഒരു ഓർഗനൈസർ സെറ്റാക്കി എടുക്കാൻ. നമ്മൾ ആ മഗ് എടുത്തിട്ട് നമ്മൾ അതിനകത്തൊരു ലൈറ്റ് ഗ്രീൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഉണങ്ങി സെറ്റായ ശേഷം ഇതുപോലൊരു പിങ്ക് കളർ ക്ലേ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ടേ. സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു ഓർഗനൈസറല്ല, അടുത്ത് നമുക്കൊരു ഡെസ്ക് ഡെക്കറാണ് കേട്ടോ. ഇതിനായിട്ട് കുറേ പീസ് ഓഫ് പേപ്പേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് അതിനെ ഒരു ഈർക്കിൽ വെച്ചിട്ട് ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാ പീസും ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസിനും നമുക്ക് ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിവിടെ സ്നേക്ക് പ്ലാന്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നിനെയും ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുവാണ്. ഇനി അടുത്ത പരിപാടി കളറിംഗ് ആണ്. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തത്. സെൻറ്ററിൽ ഗ്രീൻ കളറും സൈഡിൽ യെല്ലോ കളറുമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കളറിങ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയ ശേഷം ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബേസ് വേണം. ബേസ്ഡായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുപ്പിയുടെ അടിഭാഗമല്ലേ, മുമ്പ് എപ്പോഴോ കളർ ചെയ്ത് വെച്ച സാധനമാണ്. ഇത് 4 കാലിൽ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ട്യൂബില്ലേ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ അതേ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മളെല്ലാ ഓർഗനൈസറും റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഫൈനൽ ലുക്ക് കാണാം.